മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലും ഹിമാചലിലും രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഉത്തരാഖണ്ഡിൽ ഇതുവരെ 14 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഹിമാചൽ പ്രദേശിൽ 6 പേർ മരിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേദാർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചുവെന്ന് വിനീത വിജിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹിയിൽ നിന്ന് വിനീത തത്സമയം ചേരുകയാണ്. വിനീത, അവിടുത്തെ അവസ്ഥ കൂടുതൽ ഗുരുതരമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും SKN സ്ഥിതിഗതികൾ അതീവ രൂക്ഷമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതേസമയം ആർമി ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഈ പല മേഖലകളിൽ നിന്നുമായി 2000-ലധികം ആളുകളെ അവർ മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. താഴ്ന്ന മേഖലകളിലും ഒപ്പം തന്നെ ഈ മലനിരകളിലുമൊക്കെ താമസിച്ചിരുന്ന ആളുകളെ സുരക്ഷിതമായി അവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. ഒപ്പം SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉത്തരാഖണ്ഡിലും ഹിമാചലിലും കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായിട്ടുള്ള വിസ്ഫോടനമാണ് ഉണ്ടായത്. വലിയ കെടുതികൾ ആ ഇരു മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. ഈ ഉത്തരാഖണ്ഡിൽ ഏതാണ്ട് 14 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശിൽ 6 പേരും മരണപ്പെട്ടു. ഹിമാചലിൽ 53 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഒടുവിലായി ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഉത്തരാഖണ്ഡിൽ 10 പേർക്ക് ഈ മേഘവിസ്ഫോടനത്തിലും പിന്നീടുണ്ടായ ഈ പ്രളയത്തിലും മഴക്കെടുതിയിലും ഒക്കെ തന്നെ അവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. നിരവധി പേരെ വിവിധ മേഖലകളിലായി അവിടെയും കാണാതായിട്ടുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനായി എല്ലാ സേനയുടെയും സംയുക്ത സേനയുടെയും ഒക്കെ തന്നെ സഹായം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെയൊക്കെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുകയും ഈ മേഖലകളിലേക്കുള്ള മുഖ്യമന്ത്രിമാരും ഒക്കെയായി അവർ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 2200-ലധികം ആളുകളെയാണ് സുരക്ഷിതമായി മാറ്റിയത്. പല മേഖലകളിലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നദികളൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മന്ദാകിനി ഒപ്പം തന്നെ അളകനന്ദ തുടങ്ങിയ നദികൾ അപകടരേഖയ്ക്ക് മുകളിലാവുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കേദാർനാഥ് മേഖല അത് ഈ ഭീമാലിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അവിടെ ഉണ്ടായിരുന്ന തീർത്ഥാടകരെയൊക്കെ തന്നെ സുരക്ഷിതമായി മാറ്റാൻ കഴിഞ്ഞുവെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ അതേസമയം ആ മേഖലകളിലേക്കുള്ള യാത്ര അത് മാറ്റിവെക്കണമെന്നൊരു നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ അവിടെയുള്ള അധികൃതർ അറിയിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. അമല റജി പറയുന്നു, മരിച്ച എല്ലാവർക്കും വേണ്ടിയും ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കാം എന്നാണ് പറയുന്നത്. പല ആൾക്കാരും പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ഒരുപാട് യൂട്യൂബ് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണാതിരിക്കുന്നില്ല. ഇന്നത്തെ സമയപരിമിതി കൊണ്ടാണ് നമുക്ക് പലതും അത് വായിക്കാൻ കഴിയാത്തത്. നമുക്കറിയാം, വയനാടിൻ്റെ മണ്ണിൽ നിന്ന് ഒരുപാട് പുതിയ പുതിയ വാർത്തകൾ വരുന്നത് കൊണ്ട് സന്ദേശങ്ങൾ കൂടുതലായി വായിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പോലും ഇതിൻ്റെ ആന്തരാർത്ഥം, ഇതിൻ്റെ സ്പിരിറ്റ് എന്താണെന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്.